നമസ്കാരം പ്രിയ ദർശകരെ, ഋഷിപ്രോക്തം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നക്ഷത്രങ്ങളുടെ ലോകത്ത് ഓരോ വർഷവും പുതിയ മാറ്റങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വാതിൽ തുറക്കുന്നതാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലവർഷം 1202 ആണ്ട്, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള കാലം പുണർന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്നുള്ള സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ്. പുണർന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യം, സാമ്പത്തിക ഉയർച്ച, തൊഴിൽ, പുരോഗതി, കുടുംബസുഖം എന്നിവയെല്ലാം സമ്പൂർണ്ണമായി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ വളരെയേറെ വിലപ്പെട്ട അറിവുകളുണ്ട്. ആദ്യം നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ പൊതുവായിട്ടുള്ള ഫലങ്ങളൊന്ന് നോക്കാം. കൊല്ലവർഷം 1202 ആണ്ട് പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യവും പുരോഗതിയും നിറഞ്ഞ നല്ല സുവർണ വർഷം തന്നെയാണ്. പുണർന്ന നക്ഷത്രം ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനക്കൂറിലും അവസാനത്തെ പാദം കർക്കിടകൂറിലുമായിട്ടാണ് വരുന്നത്. പ്രധാന ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം മൂലം വലിയ അവസരങ്ങൾ പുണർന്ന നക്ഷത്രക്കാരെ തേടി ഈ വർഷം എത്തുന്നതാണ്. നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ പ്രധാന ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ സ്വാധീനവും ഒന്ന് പരിശോധിക്കാം. വ്യാഴത്തിന്റെ കണിവാണ് അതിൽ പ്രധാനപ്പെട്ടത്. വ്യാഴം തന്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടക രാശിയിൽ കൂടുതൽ സമയവും സഞ്ചരിക്കുന്ന വർഷമാണ്. അതുമൂലം പുണർന്ന നക്ഷത്രക്കാർക്ക് മനസമാധാനം ഉണ്ടാകുന്നതാണ്. വലിയ സാമ്പത്തിക പുരോഗതി ലഭ്യമാകുന്നതാണ്. ജീവിതത്തിൽ സ്ഥിരതയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. ഗുരുർ ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി പുണർന്ന നക്ഷത്രക്കാരുടെ ശനിയുടെ സ്വാധീനം കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മീനത്തിലെ ശനിയുടെ സഞ്ചാരവും വർഷത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ മേടത്തിലേക്കുള്ള സഞ്ചാരവും മൂലവും മിഥുനക്കൂറുകാർക്ക് ശനി ദോഷഫലങ്ങൾ നൽകുകയില്ല എന്ന് തന്നെ പറയണം. അതുമൂലം പൊതുവെ ഈ ഒരു വർഷം ആശ്വാസവും സ്ഥിരതയും ലഭിക്കുന്നതാണ്. എന്നാൽ കർക്കിടകക്കൂറുകാർക്ക് അല്പം കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വന്നേക്കാവുന്ന സമയമാണ്. ഇനി പുണർന്ന നക്ഷത്രക്കാർക്ക് രാഹു കേതുക്കളുടെ സ്വാധീനം എപ്രകാരം ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാർക്ക് 8ാം ഭാവത്തിൽ രാഹു തുടരുകയാണ്. മിഥുനക്കൂറുകാർക്കാകട്ടെ 9ലും. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമെങ്കിലും ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അപ്രതീക്ഷിത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഇനി തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളെ നമുക്ക് പ്രത്യേകം ഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആദ്യം തൊഴിൽ, ബിസിനസ് എന്നീ ഫലങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തൊഴിലിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഷമാണ് കൊല്ലവർഷം 1202. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കുന്ന വർഷമാണ്. ദീർഘനാളത്തെ തൊഴിലിലുള്ള ആഗ്രഹങ്ങളൊക്കെ സബലീകൃതമാകുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഉത്തമ കാലമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് യാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ജോലി ലഭിക്കാൻ അനുകൂല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഇനി പുണർന്ന നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി ശക്തമായ വർഷമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് പുതുവർഷം. കടബാധ്യതകളുള്ളവർക്ക് അതൊക്കെ തീരുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു ലഭിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇനി കുടുംബം, വിവാഹം, പ്രണയം തുടങ്ങിയ കാര്യങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കുന്ന വർഷമാണ്. വിവാഹയോഗം ശക്തമാകുന്ന വർഷമാണ്. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. വീട്, വാഹനം എന്നിവ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇനി പുണർന്ന നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ അവസ്ഥയൊന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് മികച്ച റാങ്ക് നേടാൻ സാധിക്കും. ഉപരിപഠന സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആരോഗ്യം പൊതുവെ പുണർന്ന നക്ഷത്രക്കാർക്ക് മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. യാത്രകളിൽ എന്നാൽ നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. മാനസിക സമ്മർദ്ദം കുറയുന്ന വർഷമാണ്. ആത്മവിശ്വാസം പൊതുവെ ഉയരുന്ന വർഷമാണ്. ഇനി ഓരോ കാലയളവിലും പുണർന്ന നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ചിങ്ങം മുതൽ വൃശ്ചികം വരെയുള്ള കാലയളവിൽ തൊഴിലിൽ പുരോഗതി, സാമ്പത്തിക ലാഭം, കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുക എന്നിവയൊക്കെ ഉണ്ടാകും. ധനു മുതൽ കുംഭം വരെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുക, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക എന്നിവയൊക്കെ നേട്ടങ്ങളാണ്. ഇനി മീനം മുതൽ ഇടവം വരെയുള്ള കാലഘട്ടങ്ങളിലാട്ടെ ഭൂമി, വാഹനം എന്നിവ വാങ്ങാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ വളർച്ച നേടുന്നതാണ്. ഇനി മിഥുനം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിലാകട്ടെ ശത്രുക്കളുടെ ശല്യമൊക്കെ ശമിക്കുന്നതാണ്. അനുകൂലമായ സ്ഥലമാറ്റം ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇനി പുണർന്ന നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളും ഒന്ന് പരിശോധിക്കാം. പുണർന്ന നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമായതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന വർഷമായിരിക്കും.
അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും വ്യാഴത്തിന്റെ പ്രീതി നടത്തുക, വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം സന്ദർശനം ചെയ്യുക. അതോടൊപ്പം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ നിറമുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്നതും, അതായത് മഞ്ഞൾ, സ്വർണം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുക. പുണർന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള അല്പ നിർദ്ദേശങ്ങളും കൂടി ഇവിടെ പറയാം. കഠിനാധ്വാനം തുടരുക, ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതിരിക്കുക, ആരോഗ്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ബുധദശയും ശുക്രദശയും അനുഭവത്തിലുള്ളവർക്ക് അല്പം ഗുണഫലങ്ങൾ കുറയുന്നതാണ്. മറ്റു ദശാകാലങ്ങൾ അനുഭവിക്കുന്ന പുണർന്ന നക്ഷത്രക്കാരാണെങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വ്യാഴക്കനിവിന്റെ പൊൻകിരണം വീണാൽ ജീവിതപാതകൾ വീണ്ടും തെളിയും, കഷ്ടതകൾ മാറി സുഖം വിരിയും. പുണർന്നം നക്ഷത്രം പാടുന്നു സന്തോഷഗാനം. ഇതാണ് കൊല്ലവർഷം 1202 പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമ്പൂർണ്ണ അപഗ്രഥനം, അതായത് നക്ഷത്ര ഫലത്തിന്റെ പൂർണ്ണ വിശകലനം. നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ അനുഭവം ഇതൊക്കെ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഋഷിപ്രോക്തത്തിലെ ജ്യോതിഷ അറിവുകളുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അടുത്ത ദിവസം മറ്റൊരു നക്ഷത്രത്തിന്റെ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.